ഇന്ത്യ സഖ്യമെന്നാൽ ഹിന്ദു വിരുദ്ധ സഖ്യം എന്ന് വായിക്കേണ്ട ഘട്ടം വന്നിരിക്കുന്നു. ഇത്രയും നാൾ അവർ മറച്ചു പിടിച്ച അവരുടെ ഹിന്ദു വിരുദ്ധ നിലപാട് ഇതാ പകൽ പോലെ വ്യക്തമായിരിക്കുന്നു. ഇനി മുതൽ ഇന്ത്യ സഖ്യമെന്നാൽ, അതായത് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഈ കേരളത്തിലെ CPM കൂടി ഉൾപ്പെട്ട ഇന്ത്യ സഖ്യം ഹിന്ദു വിരുദ്ധ സഖ്യം എന്ന് ഇനി പകൽ പോലെ വ്യക്തമാകുന്ന ഒരു നിമിഷമാണ് ഈ വന്നത്. അതായത് തമിഴ്നാട്ടിലെ തിരുപ്പുറം കുണ്ട്രത്ത് കാർത്തിക ദീപം തെളിയിക്കുന്നതിന് വേണ്ടി അനുവാദം നൽകിയ ജഡ്ജ് അദ്ദേഹത്തിൻ്റെ പേര് സുബ്രഹ്മണ്യൻ, അദ്ദേഹത്തിന് എതിരെ നിലവിലിപ്പോൾ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ ജഡ്ജിക്കെതിരെ ഇത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ആദ്യത്തെ സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിനു മുൻപ് മതപരമായ ഏതെങ്കിലും ഒരു വിഷയം പരിഗണിച്ച ജഡ്ജി അത് ഹിന്ദുക്കൾക്ക് അനുകൂലമായി, അവിടുത്തെ വിശ്വാസികൾക്ക് അനുകൂലമായി ഒരു വിധി പുറപ്പെടുവിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഇങ്ങനെ ഒരു പ്രമേയം ഇപ്പോഴിതാ ലോക്സഭാ സ്പീക്കർക്ക് DMK നൽകിയിരിക്കുന്നു. അതിൽ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ, വയനാട് MP പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ അതിനെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം. പ്രിയങ്ക ഗാന്ധിയെ കൂടാതെ അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ളവരും ഇതിനെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. 100 ഇന്ത്യ MPമാരാണ് ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത് എന്നുള്ള സംഭവം കൂടി ഇതിൽ എടുത്തു പറയണം. അതായത് തിരുപ്പുറം കുണ്ട്രത്ത് ആ ജഡ്ജ് ചെയ്ത ഏക തെറ്റ്, തിരുപ്പുറം കുണ്ട്രത്ത് കാർത്തിക ദീപം തെളിയിക്കാൻ നിയമപരമായ എല്ലാ അവകാശങ്ങളും ഹിന്ദുക്കൾക്കുണ്ടായിരിക്കെ ആ അവകാശം അവർക്ക് അനുവദിച്ച് നൽകി എന്നതാണ് ആ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യാനുള്ള തെറ്റായി ഈ ഇന്ത്യ സഖ്യം കണ്ടെത്തിയിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്താണെന്ന് ഓർക്കണം. മഹാഭൂരിപക്ഷം ഹിന്ദുക്കൾ ജീവിക്കുന്ന ഈ രാജ്യത്താണെന്ന് ഓർക്കണം. DMKയുടെ MK സ്റ്റാലിൻ ഭരിക്കുന്ന തമിഴ്നാട്ടിൽ ഇതോടുകൂടി ഹിന്ദു ജനവിഭാഗങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതിന് ഈ പ്രിയങ്ക ഗാന്ധിയെ പോലെയുള്ള കോൺഗ്രസിൻ്റെ രാജ്യം ഭരിച്ചിരുന്ന ഈ മുൻകാലങ്ങളിലൊക്കെ ഈ രാജ്യം ഭരിച്ച പാർട്ടിയാണ്. ആ പാർട്ടിയുടെ നേതാവ്, കേരളത്തിലെ വയനാട്ടിലെ MP, ഈ പ്രിയങ്ക ഗാന്ധിയെ പോലെയുള്ളവർ ഈ കാർത്തിക ദീപം തെളിയിക്കാൻ ഒന്ന് ഹിന്ദുക്കൾക്ക് അവസരം നൽകിയില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. 2, അത് തെളിയിക്കാനുള്ള അനുമതി നൽകിയ ആ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണം എന്നുള്ളതാണ് ഇവരുടെ ഒരു ആവശ്യം. അതിന് ഈ പ്രിയങ്ക ഗാന്ധിയൊക്കെയാണ് പിന്തുണ നൽകുന്നത്. ഈ രാജ്യം ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന കാര്യം സംശയിക്കേണ്ട സാഹചര്യത്തിലേക്ക് പോകുന്നു.